നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ നടൻ സിദ്ദിഖിനെ എങ്ങനെയെങ്കിലും അകത്തിടുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു പലർക്കും. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് ജാമ്യം കെട്ടി പുറത്തു നിൽക്കുമ്പോഴും പലരും ഇപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും അകത്തിടാൻ സാധിക്കുമോ എന്നാണ്. നടൻ സിദ്ദിഖിനെതിരായിട്ടുള്ള ബലാത്സംഗ പരാതിയിൽ അദ്ദേഹത്തെ അകത്തിടാൻ സാധിക്കുമോ എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ ചോദ്യം ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അകത്തിടാൻ പറ്റുമോ, അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നതായിരുന്നു. അതിനൊരു ടീം അംഗത്തിൻ്റെ മറുപടി സാധിക്കുമോ എന്ന് നോക്കാം എന്നുള്ളതാണ്. എന്നാൽ അതത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. സിദ്ദിഖിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കൊടുത്തേ മതിയാകൂ, അതാണ് സ്ഥിതിവിശേഷം. കാരണം സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശം അത്തരത്തിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. ഇനി അടുത്ത ഘട്ടം ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേസ് അടുത്ത തവണ കോടതി പരിഗണിക്കുമ്പോൾ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നിരാകരിക്കുവാൻ സാധ്യത ഏറെയാണ്. കാരണം താൻ കേസുമായി സഹകരിക്കുന്നുണ്ട് എന്ന വാദമാകും സിദ്ദിഖ് ഉന്നയിക്കുക. വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിൽ ഇനി തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വാദിയെ സ്വാധീനിക്കാൻ ശ്രമിക്കൽ എന്നിവയ്ക്ക് സാധ്യത തുലോം കുറവാണ് എന്ന വാദവും അവർ തന്നെ ഉന്നയിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ സിദ്ദിഖിൻ്റെ വാദം കോടതി മുഖവിലയ്ക്കെടുത്താൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെ പറയട്ടെ. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, അത് തന്നെയാണ്. അതേസമയം സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന വാദം അതുമാത്രമാകും പ്രോസിക്യൂഷൻ ഉന്നയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ പൊളിച്ചെടുക്കാൻ സിദ്ദിഖിന് സാധിക്കുമെന്നുള്ളതാണ്. സിദ്ദിഖ് തന്നെ സ്വമേധയാ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ തന്നെ ഉന്നയിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ കേസ് കൈവിട്ടു പോകുവാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിയുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് അന്വേഷണ സംഘാംഗം അഭിപ്രായപ്പെട്ടത് എന്നുള്ളത്. അതായത് നോക്കാം, അകത്താക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരുപക്ഷേ ഈ സിദ്ദിഖിനെ തട്ടി അകത്താക്കിയാൽ 2 ദിവസത്തെ വാർത്തകൾ ആ വഴിക്ക് പോകും കേട്ടോ. അതിലൂടെ ഇപ്പോൾ ഈ PV അൻവർ വിവാദം ഉൾപ്പെടെയുള്ളവ താൽക്കാലികമായെങ്കിലും ശമിപ്പിക്കുവാൻ കഴിയും എന്ന് വേണമെങ്കിലും കരുതാം. പക്ഷേ അൻവറിന് ഇപ്പോൾ ലഭിക്കുന്ന ഈ സ്വീകാര്യതയ്ക്കും ലേശം മങ്ങൽ വരുത്തിക്കാം. അതല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ സർക്കാർ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് തലസ്ഥാനത്ത് കൊടുമ്പിരിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. കാരണം ഒരേ സമയം അൻവറിൻ്റെ വായ മൂടിക്കെട്ടുക, അൻവറിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള പ്രതിരോധം തീർക്കുക, സിദ്ദിഖ് വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ 2 ദിവസം അകത്തിട്ടാൽ വാർത്ത ആ വഴിക്ക് പോകുമെന്നുള്ളത് വളരെ കൃത്യമായി CPMന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ സർക്കാർ ആ തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സർക്കാർ ഉന്നയിക്കുന്ന ആ സാധ്യതകൾ നിലനിൽക്കുമ്പോഴും ഇനി ഏതൊക്കെ തരത്തിലാണെങ്കിലും ശരി സിദ്ദിഖിന് ജയിലിൽ കിടക്കുവാനുള്ള സാധ്യത തുലോം കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളൊക്കെ കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസിൽ ഇനി തെളിവ് നശിപ്പിക്കലോ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തലോ, അല്ലെങ്കിൽ ഈ പറയുന്ന വാദിയെ സ്വാധീനിക്കുവാനുള്ള ശ്രമം നടത്തലോ ഒക്കെ ഒരിക്കലും സാധിക്കാൻ പോകുന്നതല്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആ വാദങ്ങളൊക്കെ നിലനിൽക്കുന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നിലനിൽക്കാത്ത വാദങ്ങളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയാൽ ആ വാദങ്ങളിൽ ഊന്നി മുന്നോട്ട് പോകലല്ല സിദ്ദിഖിന് ചെയ്യേണ്ടിയിരിക്കുന്നത്. സിദ്ദിഖിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി കോടതിയുടെ മുന്നിൽ അഭിഭാഷകൻ പറയുകയും അതിൽ നിന്ന് ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിന് പുറത്തു വരാൻ കഴിയുകയും ചെയ്യും. എന്തായാലും അൻവറിനെ മാറ്റി സിദ്ദിഖിനെ പ്രതിഷ്ഠിച്ച് 2 ദിവസത്തെ വാർത്താ പ്രാധാന്യം കൊടുത്ത് അൻവറിൽ നിന്ന് തടിയൂരാമെന്ന് വിചാരിക്കുന്ന സർക്കാരിന് സിദ്ദിഖ് ഒരു തിരിച്ചടിയാകും.